ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാണിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഉപ്പനച്ചം, പനച്ചിയം, പനച്ചി എന്നീ പേരുള്ള ഒരു സസ്യത്തെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങിങ്ങായിട്ടൊക്കെ കാണാറുള്ള ഒരു സസ്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ചെമ്പരത്തി വർഗത്തിലെ കാട്ടുചെടിയാണ് ഉപ്പനച്ചം അല്ലെങ്കിൽ പനച്ചിയം. കാക്കപ്പൂവ്, കാർത്തികപ്പൂവ്, കാളിപ്പൂവ്, മത്തിപ്പൂവ്, മത്തിപ്പുളി, ഇങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹെബിക്കസ് അക്യുലേറ്റസ് എന്നാണ്. അതായത് മാൽവേസി കുടുംബത്തിലെ ഹെബിക്കസ് ജനസിൽപ്പെട്ട അക്യുലേറ്റസ് ഇനമാണ് ഉപ്പനച്ചം. ഹിന്ദിയിൽ ഇതിനെ വൻബുധാൽ എന്ന് പറയും. അതായത് സംസ്കൃതത്തിലാണെങ്കിൽ ഇതിനെ കാളസ്കന്ധം, ഇന്ദ്രുകം, സൂർജകം എന്നൊക്കെ പേരുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഷിഹൈൻ ബുബന്തി എന്ന് പറയും. അതുപോലെ തന്നെ വൈൽഡ് ഹെബിക്കസ്, കംഫർട്ട് റൂട്ട്, പെയിൻലാൻഡ് മെലോസ്, ഷാർപ്പറോസ് മെലോസ് എന്നൊക്കെ പേരുണ്ട്. അതായത് തമിഴിലാണെങ്കിൽ മലൈപ്പുളിക്കായി എന്നും പറയും. അതായത് ഹെക്സാസ് മുതൽ സൗത്ത് കരോളിൻ വരെയുള്ള തെക്ക് കിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ തണ്ണീർ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഇത് കാണാറുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ നാട്ടിൻപുറങ്ങളിൽ ധാരാളം കാണാൻ കഴിയും. അതായത് പടർന്നു കയറുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഉപ്പനച്ചം. തണ്ടുകൾക്ക് വളരെ ബലം കുറവായിരിക്കും. ഇതിൻ്റെ പൂവിന് മഞ്ഞ കളറാണ്. പൂവിൻ്റെ ഉൾഭാഗത്തൊരു പൊട്ടുണ്ടാകും. അതായത് ചുവപ്പ് കളറിലുള്ള ഒരു പൊട്ടുണ്ടാകും. സാധാരണ കാണുന്നത് സെപ്റ്റംബർ മുതൽ മാർച്ച് മാസം വരെയാണ് ഇത് പൂത്തും കായ്ച്ചൊക്കെ കാണാറുള്ളത്. അതായത് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് വളരെ ആയുസ് കുറവാണ്. പൂത്ത് കഴിഞ്ഞാൽ രാവിലെ പൂത്ത ഒരു ഉച്ചയാകുമ്പോഴത്തേന് ഇത് അങ്ങ് വാടിപ്പോകും. അതായത് ഓട്ടുപാത്രത്തിൻ്റെയും പിച്ചള പാത്രത്തിൻ്റെയും ഒക്കെ ക്ലാവ് മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഇല അരച്ചുപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ആടിൻ്റെ നല്ലൊരു ഭക്ഷണമാണ്. ഇതിൻ്റെ ഇലയും അതിൻ്റെ കായും ഒക്കെ ആട് നന്നായിട്ട് ഭക്ഷിക്കും. ഇതിൻ്റെ ഇലയ്ക്ക് ചുവപ്പ് കലർന്ന ഒരു പച്ച നിറമാണ്. ഇലയുടെ അടിവശത്ത് ചെറുതായിട്ട് ചെറിയ മുള്ളുമാല ഉണ്ടാകും. അതായത് ഇതിൻ്റെ ഇല ഉപ്പും കൂട്ടി അരച്ച് കഴിച്ചാൽ വയറിളക്കം മാറുമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ വൃശ്ചിക മാസത്തിൽ, അതായത് വൃശ്ചിക 1 മുതൽ കാർത്തിക വരെ 41 ദിവസം ഇതിൻ്റെ പൂ വീടുകളിൽ ഇടാറുണ്ട്. അതുകൊണ്ട് ഇതിനെ കാർത്തിക പൂ എന്നും വിളിക്കും. പാരമ്പര്യ വൈദ്യത്തിൽ മഞ്ഞപ്പിത്തം, നീർവീഴ്ച, പ്രമേഹം എന്നിവയ്ക്ക് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് അരച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ആസാം, ഡൽഹി, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽക്കാളും കൂടുതൽ അവിടെ ഈ ചെടിയുണ്ട്. അവർ മത്സ്യം കറി വെക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പുളി കിട്ടുന്നതിന് വേണ്ടിയും ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയും ഇത് അവർ കറിയിൽ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വരുന്ന അതിഥി തൊഴിലാളികൾ വന്ന് ഇവിടെ താമസിക്കുന്നവർ, അവർ ഭക്ഷണം പാകം ചെയ്യുന്ന അതായത് പരിപ്പ് കറി ഉണ്ടാക്കുന്നതിനകത്ത് അവരിത് അവർ പറയുന്നത് ഇതിനൊരു പുളി എന്നാണ് പറയണത്. ഇതിൻ്റെ പുളിയാണ്. ഈ പുളി അരച്ച് ചേർത്ത് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവർ ഉപയോഗിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വിശേഷവുമായി വരുമ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.